ഹായ്, നമസ്കാരം. 18 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ മോഹൻലാലും മമ്മൂട്ടിയും നമ്മുടെ ബിഗ് ഗംസ് ഒരുമിച്ച് ബിഗ് സ്ക്രീനിലെത്തിയ പാട്രിയോട്ട് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ ചിലരോട് കുറച്ച് അഭിനന്ദനങ്ങൾ പറയാനുണ്ട്. അതായത് സിനിമയുടെ റിലീസ് ഡേ മുതൽ തന്നെ ഇതിന് നെഗറ്റീവ് പറഞ്ഞ് ഫ്ലോപ്പ് ആക്കാനായിട്ട് ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഞാനൊരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം നിങ്ങളൊന്നും സാധാരണ മനുഷ്യരല്ല. നിങ്ങൾ ഭയങ്കരമായ ബുദ്ധിയൊക്കെയുള്ള എന്തോ പ്രത്യേകതരം ജീവികൾ, അപൂർവ ജന്മങ്ങളാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെതിരെ നെഗറ്റീവ് പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിലൊരു മികച്ച വർക്ക് തന്നെയാണ് ഈ മൂവി. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എല്ലാ രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരു മൂവി തന്നെയാണ്. ഒരു സിനിമ എന്നതിലുപരി ഇതൊരു സോഷ്യൽ അവയർനെസ് കൂടിയാണ്. ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ച് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാനുള്ളൊരു സംഭവം കൂടിയാണ് ഈ ഒരു മൂവി. കാരണം നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രൈവസി. അത് ലീക്കായാലും എന്ത് പറ്റും? അത് തന്നെ. അതിനെപ്പറ്റിയുള്ളൊരു ബോധവൽക്കരണം കൂടിയാണ് പാട്രിയോട്ട്. സോ നമ്മുടെ സൊസൈറ്റിയുടെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണിത് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യം കൂടിയാണ്. പിന്നെ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ചിത്രങ്ങളിലും കാണുന്നത് പോലെ നമ്മുടെ നായകന്മാർ അമാനുഷികന്മാരൊന്നുമല്ല. അവർ സാധാരണ മനുഷ്യരാണ്. അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് തിരിച്ചടികൾ കിട്ടുന്നുമുണ്ട്. പഴയ ചിത്രങ്ങളൊക്കെ കാണുന്നത് പോലെ മീശ വിരിച്ച് നടക്കുന്ന നായകന്മാരെ നമുക്കിതിൽ കാണാൻ പറ്റില്ല. അവർ സാധാരണ മനുഷ്യരാണ്. എന്താ നായകന്മാർ അമാനുഷികന്മാരായാലേ പറ്റുമെന്നുണ്ടോ? ഇതൊരു മാസ് ചിത്രമല്ല എന്ന് ഇതിൻ്റെ ടീം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ അത് പ്രതീക്ഷിച്ച് പോയവരാണ് ഇതുപോലെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? പിന്നെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു സിനിമ ചെയ്യാൻ പറ്റത്തില്ല. അതിനതിൻ്റേതായ കഥയും കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. സോ ഫാൻസ് ചില ആക്ടേഴ്സിനെ കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടാക്കി വയ്ക്കും. അവരുടെ ഇഷ്ടതാരങ്ങൾ ഇങ്ങനെയൊക്കെ ആകാവൂ എന്ന്. അങ്ങനെ വാശി പിടിച്ചാൽ ശരിയാവില്ല. ആ മുൻധാരണയോടെ നമ്മൾ ഒരു മൂവി കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിരാശയുണ്ടാകും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പലരും ഈ ഒരു സ്റ്റാർ കാസ്റ്റ് കണ്ടിട്ട് അവരുടെ ഇഷ്ടതാരങ്ങളുണ്ടല്ലോ, ഇതിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് അവരങ്ങോട്ട് പോയി. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ളതൊന്നും കിട്ടിയില്ല. അതായിരിക്കും സംഭവം. പക്ഷേ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കഥയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അതിനാവശ്യമായ അതേ രീതിയിൽ നീറ്റായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. ഏത് ക്യാരക്ടറായാലും എല്ലാ ക്യാരക്ടേഴ്സും അവതരിപ്പിച്ച ആക്ടേഴ്സ് അതെല്ലാം അതിൻ്റേതായ രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ആൾക്കാർ പറയുന്നത് കേൾക്കാം, മലയാളം ഓഡിയൻസ് മാറി, മലയാളം ചിത്രങ്ങൾ മാറി എന്നൊക്കെ. എവിടെ മാറിയെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു മൂവി എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല? പലരും ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ തന്നെ കിടക്കുകയാണ്. നായകന്മാർ വന്ന് കിടന്ന് മീശ വിരിച്ച് മുണ്ടും മടക്കി കുത്തി എല്ലാ വില്ലന്മാരെ അടിച്ചു ഒതുക്കുക. ആ ഒരു പാറ്റേണിലുള്ള മൂവി ആയിരുന്നു ഇതെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് തോളി വെച്ചുകൊണ്ട് നടന്നേനെ. പക്ഷേ ഇതൊരു, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു വെറും മൂവിയല്ല, ഒരു ബോധവൽക്കരണം കൂടിയാണ്, ഒരു സോഷ്യൽ അവയർനെസ് കൂടിയാണ്. അതായിരിക്കാം പലർക്കും ഇഷ്ടപ്പെടാത്തത്. പലർക്കും ഈ ക്വാളിറ്റി ഉള്ളത് പലർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇത് കുറച്ച് മെച്യൂരിറ്റി ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഈ വന്നിരുന്ന നെഗറ്റീവ് റിവ്യൂ പറയുന്നവർക്കൊന്നും അത്തരത്തിലുള്ള ബോധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴിയുമില്ല. ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. ക്യാമറ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫൈറ്റ് സീക്വൻസിലൊക്കെ ക്യാമറ കൂടെ ഫൈറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. കണ്ണിനൊക്കെ കുറച്ച് സ്ട്രെയിൻ കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. ഫൈറ്റൊക്കെ പെർഫെക്ഷനാണ്. കുറച്ച് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഫൈറ്റാണ്. എല്ലാ ആക്ടേഴ്സിൻ്റെയും ഫൈറ്റ് അങ്ങനെ തന്നെയാണ്. പിന്നെ മൂവി ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ടിടയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള എന്താണോ സ്ക്രീനിൽ കാണുന്നത് അതനുസരിച്ചുള്ള മ്യൂസിക് തന്നെയാണ് സുഷിൻ ശ്യാം കൊടുത്തിരിക്കുന്നത്. സോ അതും പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ ലൊക്കേഷൻസ് ഓക്കെയാണ്. ടോട്ടലി പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഐറ്റം തന്നെയാണ് പാട്രിയോട്ട്. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ അതിനകത്തുണ്ട്. പ്രത്യേകിച്ചും മമ്മൂട്ടി ഫഹദിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നൊരു സീനുണ്ട്. അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഫൈറ്റ് സീൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. സോ കാണണമെന്നുള്ളൊരു തിയേറ്ററിൽ തന്നെ കാണുക. ഈ നെഗറ്റീവ് റിവ്യൂ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ.